കണിവെള്ളരിക്കയും കണിക്കൊന്നയൊക്കെ ആയിട്ട് വിഷുക്കണി നമ്മൾ കണ്ണാടിയിലൂടെ നമുക്ക് കൃഷ്ണനെ കാണാം. ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വിഷു. അപ്പം ഞങ്ങളുടെ സദ്യ, വിഷുവിൻ്റെ സദ്യയൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുക. പിന്നെ ഇപ്പം നമുക്കിത് വിളമ്പണം. ഓക്കെ, ഇപ്പം ഞാനിവിടെ വിഷുവിന് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, അവിയൽ, തോരൻ, എന്താ ഇത് സ്റ്റൂ. ഞാൻ കുറച്ച് ലിക്വിഡായിട്ടാണ്, യൂഷ്വലി ഞാൻ തിക്കായിട്ടുള്ള സ്റ്റൂ ഉണ്ടാക്കുന്നത്. ഓക്കെ, കോക്കനട്ട് മിൽക്ക് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. മറ്റേ ഞാൻ സാധാരണ കോക്കനട്ട് മിൽക്ക് ഒഴിക്കാതെ ഉണ്ടാക്കുന്ന സ്റ്റൂ ഒക്കെ തിക്കായിട്ടുള്ള സ്റ്റൂവാണ്. പിന്നെ പിക്കിളൊക്കെ എന്ന് വെച്ചാൽ മാങ്ങ, ഇഞ്ചി പുളിയാണ്. ഓക്കെ, പുളിയിഞ്ചി അല്ല, ഇത് അടക്കപ്പുളി, നാരങ്ങ, ഇത് പൈനാപ്പിൾ പച്ചടി, ഓലൻ, ഇത് കാളൻ, മാങ്ങ പച്ചടി, കുറച്ച് അച്ചിങ്ങ മെഴുക്കുവരട്ടിയുണ്ട്, ഇത് പുളിശ്ശേരി. ഓക്കെ, പുളിശ്ശേരി പഴം ഇതിനകത്ത്. ഇപ്പം വിഷു എന്ന് പറഞ്ഞാൽ എന്താ വെച്ചൊരു സ്പ്രിങ് ഫെസ്റ്റിവൽ പോലല്ലേ. അപ്പം ഒത്തിരി എന്താ പറയുക വെജിറ്റബിളൊക്കെ ഉണ്ട്, പൈനാപ്പിൾ, പിന്നെ എന്താ പറയുക എൻ്റെ പപ്പായ, ഇതാണെങ്കിൽ പപ്പായ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എരിശ്ശേരി. ഓക്കെ, പപ്പായ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പപ്പായ എരിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, പിന്നെ എന്താ പറയുക ഏത്തപ്പഴ പുളിശ്ശേരി, അങ്ങനെ ഫ്രൂട്ട്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതാണെങ്കിൽ സാമ്പാർ, ഇത് പരിപ്പ്. ഇത് പരിപ്പ് വെച്ചാൽ ഞാൻ ഈ അലകില്ലേ, ശരിക്കും പരിപ്പ് തന്നെ പച്ച പരിപ്പൊന്ന് അലകാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഇത്, ഈ പരിപ്പ്. പിന്നെ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം സദ്യക്കാം ഇതുണ്ട്, എന്താ പറഞ്ഞ കൂട്ടുകറി, റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഒഴിക്കുന്നത് അല്ലേ സംഭാർ, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഇഞ്ചി, എന്താ പറയുക ഉള്ളിയും കറി ലീഫ്, പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് എടുക്കുന്നതാണ്. പപ്പായ കൊണ്ടുണ്ടാക്കിയ എരിശ്ശേരി കേട്ടോ, നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പം ഇതിൻ്റെ ഒന്നും റെസിപ്പി ഒന്നും ചിലപ്പോൾ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ, എനിക്ക് ടൈമൊന്നും കിട്ടില്ല എടുക്കാൻ. നെക്സ്റ്റ് ടൈം ഞാൻ ഇടാം. ഓക്കെ, പിന്നെ ഇതാണെങ്കിൽ കടലപ്പരിപ്പ് പായസം. ഓക്കെ, കടലപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ഇത് പാൽപ്പായസം. ഓക്കെ, പിന്നെ കുറച്ച് ഉണ്ണിയപ്പം, ശർക്കര വരട്ടി, ഉപ്പേരിയൊക്കെ ഉണ്ട്. അങ്ങനെ പപ്പടം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ സെർവ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഉപ്പേരിയൊക്കെ ഈ സൈഡിൽ കേട്ടോ. ഉപ്പേരിയും ഞാനൊരു ഉണ്ണിയപ്പം വെക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഇപ്രാവശ്യം ബോളിയല്ല, ഞാൻ പറഞ്ഞില്ല ബോളിക്ക് വരും. ഇതാ, പിന്നെ ശർക്കര വരട്ടി. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെച്ചു. നെക്സ്റ്റ് പഴം വെക്കണം. ഓക്കെ, ഒരു പഴമുണ്ട്, പഴം വെച്ചു. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ നമ്മൾ വെക്കേണ്ടത് പപ്പടം. ഓക്കെ, പപ്പടം വെച്ചു. ഓക്കെ, ഈ പപ്പടം ഇങ്ങനെ ഉപ്പേരി, ശർക്കര വരട്ടി, പഴമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പിക്കിളൊക്കെ എടുത്ത് ഓക്കെ ഒത്തിരി ഇഞ്ചിപ്പുളി കുറച്ച് വിളമ്പി, പിന്നെ മാങ്ങ, ഇത് നല്ല അടിപൊളി കടുമാങ്ങ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, സദ്യ കടുമാങ്ങ എന്നും പറഞ്ഞിട്ട്. നല്ല മണം ടേസ്റ്റൊക്കെ ഉള്ള വടകപ്പുളി നാരങ്ങ. ശരിക്കും പറഞ്ഞാൽ ഈ വടകപ്പുളി നാരങ്ങ നമ്മൾ നാട്ടിലുണ്ടാക്കുന്നത് അതേപോലെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഞങ്ങൾക്ക് ലെമൺ കിട്ടും, അതുകൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ഇതിനായാലും. ഓക്കെ, നമ്മൾ അത് കിട്ടില്ലെന്ന് വെച്ചിട്ട് ഇത് സെയിം വേയിൽ ഇതുണ്ടാക്കാം. പിന്നെ പിക്കിളൊക്കെ വിളമ്പി. ഓക്കെ, അപ്പം ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് പിക്കിളൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തു തുടങ്ങണം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ള എപ്പോഴും ഇലയുടെ ഈ സൈഡില്ലേ, ഈ വെട്ട് വരുന്ന സൈഡ് എപ്പോഴും കഴിക്കുന്ന സ്ഥലത്ത് വരണം. ഓക്കെ, ഇപ്പം അങ്ങനെ വെച്ചിട്ട് ഞാൻ വിളമ്പിയിരിക്കുന്നത് പൈനാപ്പിൾ പച്ചടി. ഓക്കെ, പൈനാപ്പിൾ പച്ചടി വെച്ചു. നെക്സ്റ്റ് കുറച്ച് മാങ്ങ പച്ചടി. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ അവിയൽ,
അവിയൽ, പിന്നെന്താ പറയുക, തോരൻ, ഓക്കെ, ക്യാബേജ് തോരനത്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ കൂട്ടുകറി, ഇത് ഇച്ചിരി സ്റ്റൂവാ, കാളൻ. ഓക്കെ, കാളൻ നമുക്കിങ്ങനെ ഈ സൈഡിൽ ഇച്ചിരി വിളമ്പിയിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് ഓല. ഓക്കെ, നമുക്ക് വിളമ്പി കൊടുക്കുക ഇവിടെ ഓല, കാളനും ഓലനും കൂടെ ഇരിക്കട്ടെ. അത് കഴിയുമ്പം കുറച്ച് മെഴുക്ക് വരട്ടിയുണ്ട്. വിളമ്പി ഇത് എരിശ്ശേരി. ഓക്കെ, എരിശ്ശേരി നമുക്കിവിടെ ഇങ്ങനെ വിളമ്പി കൊടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് പപ്പായ എരിശ്ശേരി അടിപൊളി. ഓക്കെ, നമ്മൾ റൈസ് ഇട്ട് കൊടുക്കും. ഓക്കെ, കഴിക്കുന്നവർക്ക് കുറച്ച്, ഞാൻ ഇവിടെ നിന്ന് കഴിക്കാൻ പോവാം. ഓക്കെ, അപ്പം ഞാൻ കാണിക്കാം ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. ഓക്കെ അല്ലേ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് കഴിക്കാം എങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറിട്ടുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പരിപ്പ് ഒഴിച്ചു കൊടുക്കും. ഓക്കെ, കറികളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. എൻ്റെ ഓല മാത്രം കിടന്നു. കുറച്ച് പരിപ്പ്. ഓക്കെ, അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒരു പപ്പടവും വെച്ചിട്ട് നമുക്കിങ്ങനെ, അതാണ് ഫസ്റ്റ്. ഇപ്പം കുറച്ച് ചോറ് നമുക്ക് മാറ്റി വെച്ചിട്ട്. ഓക്കെ, എല്ലാം കൂടെ വേണ്ട, കുറച്ച് ചോറ്. ഇത് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. എന്താ പറയുക, പുളിശ്ശേരി തൊട്ടെല്ലാം ഇടാം. ഓക്കെ, അതെ, പരിപ്പും ഇട്ട് ഇങ്ങനെ പപ്പടം പൊട്ടിച്ചതിനകത്തിട്ട് കഴിക്കാം. ഇതാണ് ഫസ്റ്റ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ കഴിക്കട്ടെ. അപ്പം പരിപ്പ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എടുത്ത് ചോറ് കേട്ടോ, കുറച്ച് പരിപ്പ് കഴിച്ചു. പിന്നെ ഇതിൽ നിന്ന് തന്നെ കുറച്ച് നമുക്ക് എടുത്തിട്ട് എന്താ പറയുക, സാമ്പാറിന് കഴിക്കാം. ഓക്കെ, ഇതവിടെ ഇരുന്നോട്ടെ. നാരങ്ങ പിക്കിളും പരിപ്പിനകത്തൊക്കെ വെച്ച് കഴിച്ചു അടിപൊളിയായിരിക്കില്ലേ. സാമ്പാർ ഞാൻ കഴിച്ചു. സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചടി, പൈനാപ്പിൾ പച്ചടിയും സാമ്പാർ കൂട്ടി കഴിക്കാം. ടേസ്റ്റ് വേറിട്ട് അറിയാൻ പാടപ്പം. ഇപ്പോൾ ചോറിൻ്റെ കൂടെ കുറച്ച് ഇത് വന്നത് സ്റ്റൂവ്, അല്ലെങ്കിൽ ചുമ്മാതെ കുറച്ച് ഇത് എന്താ പറയുക, കൂട്ടുകറി. ഇപ്പം ഞാൻ ആ ഓലനും കാളനും എന്താ പറയുക പപ്പടം കുറച്ച് പിക്കിളൊക്കെ ആയിട്ടും കഴിച്ചത് തീർക്കാൻ പോകും. ഓക്കെ, കുറച്ച് പിക്കിളൊക്കെ എടുത്തിട്ട് കഴിച്ച് തീർക്കാം. നമുക്ക് ഫിനിഷ് ചെയ്യണമല്ലോ എന്തോലും. ഈ സദ്യ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാം കഴിച്ച് കഴിയണം. നെക്സ്റ്റ് ഇത് നമ്മുടെ ശർക്കരപ്പായസം. ഇപ്പോൾ ശർക്കരപ്പായസം എടുത്ത് കഴിക്കുമ്പം നമ്മൾ ഈ പഴം എടുത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുക. ഇപ്പം പഴം വെച്ചിട്ട് ഇങ്ങനെ അതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുക അല്ലേ. അപ്പോൾ ശർക്കരപ്പായസം കഴിയുമ്പം നമ്മൾ പാൽ ചേർത്തല്ലേ. ഇത് പാൽപ്പായസവാ. ഓക്കെ, ഇതുപോലെ കൃഷ്ണമായിട്ട് ഒരു ഇതുണ്ടല്ലോ വിഷുവിന്, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വിഷുവിന് പാൽപ്പായസം വെക്കാം. ഓണത്തിന് യൂഷ്വലി ഞാൻ എന്താ പറഞ്ഞാൽ മറ്റേ സേമിയ പായസം അടയൊക്കെ വെക്കണേ. വിഷുവിന് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അടിപൊളി പാൽപ്പായസം. ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ സ്കൂളിൽ പോയിട്ടൊക്കെ വന്നിട്ട് സാറ്റർഡേ ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ സദ്യ ഉണ്ടാക്കാൻ പറ്റിയത്. വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ യൂഷ്വലി അങ്ങനെ പറ്റത്തുമില്ല. പിന്നെ എല്ലാവരും ആരും വീട്ടിലില്ലെങ്കിൽ പിന്നെ നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പം
എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാം അല്ലേ. ഇത് ഞാൻ ഇന്നാളെ ഉണ്ടാക്കിയതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു ഈ പായസം, പാൽപ്പായസം. ഈ ഏത്തപ്പഴ പുളിശ്ശേരി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഒരു കാഴ്ച ഇങ്ങനെ ഇരിക്കുന്നവരും ടേസ്റ്റ് വരും. ഓക്കെ, അത് ഇപ്പം നിങ്ങൾ എന്താ പറയുക, സദ്യക്ക് എന്താ പറയുക, ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നെങ്കിൽ പഴപ്പുളിശ്ശേരി ഒന്നും വേണ്ട, ജസ്റ്റ് പുളിശ്ശേരി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം. അതിൽ കാളൻ നേരത്തെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വെച്ചാൽ നമ്മളുടെ കുറച്ച് എന്താ പറയുക സംഭാരം അല്ലേ. ഈ സംഭാരം എന്ന് വെച്ചാൽ ഞാൻ പറയത്തില്ല, ഇത് നല്ലതാണ് ഡൈജഷൻ. ഇതിനകത്ത് ഞാൻ എന്താണ് കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറി ലീഫൊക്കെ ഇട്ട് എടുത്തത്. ഓക്കെ, സദ്യ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സദ്യ കഴിഞ്ഞു. വെള്ളം കുടിച്ച് നിൽക്കുക. എല്ലാവരും സദ്യയിലൂടെയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ഇങ്ങനെ സദ്യ ഉണ്ടാക്കാം. ഓക്കെ, ഇങ്ങനെ കാണുമ്പം ഇത്രയും എങ്ങനെ ഉണ്ടാക്കുമെന്നല്ല, കുറേ കാര്യങ്ങൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാവുന്നതൊക്കെ, കുറേ കാര്യങ്ങൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാവുന്നതല്ലേ. ഈ പിക്കിളുകളെല്ലാം നേരത്തെ ഉണ്ടാക്കി വെക്കാം. പിന്നെന്താ പറയുന്നത്, കാളൻ, കാളൻ, പിന്നെ ഈ പഴപ്പുളിശ്ശേരിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, പിന്നെ ചില കാര്യങ്ങളേ ഉള്ളൂ തേങ്ങ ചേർക്കുന്ന, ചില കാര്യങ്ങൾ നമുക്ക് അന്നേ ഉണ്ടാക്കി വെക്കാം. വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെക്കാം. അങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിരുന്നാൽ നമുക്കിതൊക്കെ വേഗത്തിൽ അന്ന് വിഷുവിൻ്റെ അന്ന് അല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് രാവിലെ എണീറ്റ് ടപ്പ് ചെയ്താൽ ഇതുപോലൊരു സദ്യ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലൊരു സദ്യ നെക്സ്റ്റ് ടൈം മേ ബി നിങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മേ ബി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഇതുപോലെ സദ്യ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ബൈ.